നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻഡിഎയ്ക്കും ബിജെപിക്കും വലിയ ആശ്വാസം പകരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി 3.0 സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവധി ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയുണ്ടാകും. ജൂൺ 16-ാം തീയതിയാണ് 17ാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിലും അതിനായി കാത്തു നിൽക്കേണ്ടെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെയും നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി 3.0 വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കണമെന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു. പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ 100 ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി 3.0 സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും. അതേസമയം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്ന പിന്നാലെ പ്രതിപക്ഷ പ്രമുഖരെല്ലാം തന്നെ മൗനത്തിലാണ്. എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ വലയുന്നതിനിടയിൽ എക്സിറ്റ് പോൾ ഫലത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആം ആദ്മി നേതാവും ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സോമനാഥ് ഭാരതി. 3ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയാൽ താൻ മൊട്ടയടിക്കുമെന്നാണ് സോമനാഥ് ഭാരതിയുടെ പ്രഖ്യാപനം. ബിജെപിക്ക് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് ജൂൺ 4-ന് തെളിയിക്കപ്പെടുമെന്നും മോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ 7 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മോദിയെ ഭയന്ന എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി ഫലം പ്രവചിച്ചു എന്നൊക്കെയാണ് AAP നേതാവിന്റെ വാദങ്ങൾ. യഥാർത്ഥ ഫലത്തിനായി ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്നും ജനങ്ങളെല്ലാം ബിജെപിക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.